ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, നമുക്ക് കോളേജില്ല. ഹായ്, എന്താ ചെയ്യുന്നത്? മീൻ നേരെയൊക്കെയാണ്. മത്തി ചെറിയ മത്തിയാണ് നീരേക്ക്. നമ്മൾ വടക്കേരിയിൽ ഇരുന്നിട്ടാണ് നേരേക്കുന്ന. ഇതൊക്കെയാണമ്മ കറി, മീൻ കറി വയ്ക്കാൻ, വറക്കണം, ചക്ക കൂട്ടാൻ വെക്കണം. ചക്ക ഉണ്ട്, ഇത് നേരേക്കും. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു. സിസ് അവർ അടുക്കള. ഹായ് പറയൂ, ഹായ് പറ. എന്താ ചെയ്യുന്നു പറ. അങ്ങനെ അമ്മ മീനിരിക്കുകയാണ്, പിന്നെ അവളവിടെ തുന്നുണ്ട്, നമ്മളോട് വെറുതെ ഇരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. മീൻ നേരേക്ക് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യണ പറ. ഒരു പാട്ട്. മമ്മി എന്ത് ചെയ്യുന്നു? എന്താണ് പറയാനുള്ളത്? വെക്കാൻ നോക്കുകയാണ്. നമ്മൾ കറി വെക്കാൻ പോവാണ്. മമ്മിയുടെ കറി ഇവിടെ ഫേമസാ. തക്കാളി, പിന്നെന്താ, പച്ചമുളക് ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കുക്കിംഗ് വ്ളോഗല്ല, പക്ഷെ ഇവിടെ അത് മാത്രമേ നടക്കാറുള്ളൂ. എന്താ ഞാൻ പറയുക? തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂട്ടാൻ വെക്കാൻ. മീൻകറി വെക്കാൻ പോവാണ്. തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞുണ്ട്. ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കുക. എനിക്ക് രണ്ടാൾക്കും വ്ളോഗ് എടുക്കാറില്ല അല്ലേ. വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇത് നമ്മൾ അടുപ്പത്ത് വെക്കാം. മഞ്ഞപ്പൊടി, ഇനി ഇതെന്താ, എന്നോട് ഉള്ളി നേരക്കാൻ പോവാം. അത് പൊട്ടി വരുമ്പോൾ തേങ്ങ, കടുകല്ലാതെ ഈ സാധനം പൊട്ടു. തേങ്ങ ഇട്ടു. തേങ്ങ നല്ലോണം വറക്കുക. ഇയും പഠിക്കണം, ഒക്കെ പഠിക്കും ചെയ്യാലോ. എനിക്ക് പഠിക്കണ്ട, അല്ല നോക്കി ചെയ്യുക, ആരില്ലാത്തപ്പോൾ ഉണ്ടാക്കാമല്ലോ. തേങ്ങത്തെ ഇതിലേക്ക് ഇനി മല്ലിപ്പൊടി, മുളക് പൊടി ടേബിൾ സ്പൂൺ, ആവാം. വീതിയുള്ള മുളക് പൊടിയാണ്, അപ്പോൾ 1.5
സ്പൂൺ. പച്ചമണം മാറുന്നവരെ നല്ല ഇളക്കി കൊടുക്കുക. വറക്കുക നല്ലോണം എന്താ പച്ചമണം ഇടുന്നവരെ ഇതെന്താണ് ഇത് വേവിക്കാൻ ചെറുക്ക? പുളി വാരണം. പുളി എവിടെ? പുളി നമ്മൾ വെള്ളത്തിലിട്ടുണ്ട്. അമ്മ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയ ഭയങ്കര ഫോർമലാവും. അതെങ്ങനെ സംസാരിക്കാം? പുളി പിഴിഞ്ഞൊഴിക്കാൻ. കാണിച്ചാൽ എങ്ങനെ ഞങ്ങൾ മീൻകറി വെക്കാന്ന് അല്ലേ? നമ്മൾ കുടംപുളി എന്നല്ല യൂസ് ചെയ്യാറ് അല്ലേ? സാധാ പുളി. കുടംപുളി വലിയ താല്പര്യം ഇവിടെ. ഇപ്പൊ പുളി പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും നമുക്ക്. അത് വെള്ളത്തിലിട്ടാൽ മതി. ചെയ്യാൻ എളുപ്പം വേണ്ടല്ലേ? അല്ല തേങ്ങാപ്പാലിൻ്റെ ഒക്കെ പോലെ പുളി വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇത് പുളിയൊക്കെ പറന്ന് സെറ്റാണ്. ഇനി തിളച്ച് വരണം അല്ലേ? ഇത് എത്ര വട്ടം ഇങ്ങനെ കഴുകണം? അപ്പം ഇത് ശരിയായോ? ഇത് ചൂടാറിയിട്ട് വേണം ഇത് മിക്സിയിൽ പൊടിക്കാൻ അല്ലേ? അരയ്ക്കുക ചെയ്യുക, പൊടിക്കുക. അരക്കില്ലേ? സാധാരണ സാധനം അരച്ചു അല്ലേ? അരച്ചിങ്ങനെ നമ്മൾ മിക്സി കഴുകും. മിക്സി കഴുകിയ വെള്ളം അതിലേക്ക് വയ്ക്കും. നിങ്ങളുടെ അവിടെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യിച്ചാൽ കമൻറ്റ് ചെയ്യാം. നല്ല സുഖമുള്ളൊരു പ്രോസസ്സല്ലേ മിക്സിങ്ങൊക്കെ കഴുകി വയ്ക്കല്. നമ്മൾ ഒഴിച്ചു. ഈ കുഞ്ഞു മത്തീനെ നമ്മൾ ഇതിടാൻ പോവും. ആയിട്ടില്ല അത്ര. സെറ്റായതിനു ശേഷം ഇത് നല്ലോണം തിളച്ച് ഉപ്പ് തീർന്നിരിക്കുന്നു. വേറെ പാക്കറ്റ് ഉണ്ട്. ഉപയോഗിക്കുന്ന ഉപ്പ് സ്പ്രിംഗ്ലിംഗ് ആണ്. സ്പ്രിംഗ്ലിംഗ് നേരേക്കല്ലേ? നേരേക്കണ്ടേ? എന്തുപ്പിന്റെ സ്പ്രിംഗ്ലിംഗ്. ഇത് നല്ല ഉപ്പാണോ? നല്ല ഉപ്പാണ്. അവൻ നന്നല്ലാത്ത ഉപ്പ് ഏതാ? ഒക്കെ നല്ലത് ഇവിടെ. ഇവിടുത്തെ അവർക്ക് ഇതേ പറ്റും. ഈ ഉപ്പ് ഉപ്പ് നമ്മളെപ്പോഴും ആവശ്യത്തിന് മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലേ? അതല്ല, കൂടുതലാവാൻ പാടില്ല. കുറവായാലും നമുക്ക് പിന്നെ ഇടാം. പക്ഷെ കൂടുതലായ എന്ത് ചെയ്യും? മീൻ ഞാടും കേട്ടോ. കുഞ്ഞല്ല, ഞങ്ങളിവിടെ മത്തി നാട്ടത്തിന് പറയാ. കടലിൻ്റെ ലിക്വിഡ്. ഇനി നമ്മൾ കുറച്ച് മീൻ വറക്കും. അതേപോലെ നമ്മൾ ചക്ക കൂട്ടാൻ വയ്ക്കും. നമ്മൾ വറക്കാനുള്ള മീൻ വരയാൻ പോവാ. പിന്നെ വരയല്ലോ, എല്ലാതും വരയണില്ല, വലുത് മാത്രം നോക്കിയിട്ട് വരയും. നമ്മൾ തല എടുക്കാറില്ല അല്ലേ? തല നമ്മൾ എടുക്കാറില്ല. ഇവിടെ അങ്ങനെ കച്ചറ ഇരിക്കുന്ന നോക്കണ്ട. ഇവിടെ അങ്ങനെയാണ് അല്ലേ? ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ അങ്ങനെയല്ല, പക്ഷെ ഇപ്പം ഇവിടെ അങ്ങനെയാണ്. ഇത് നമ്മൾ വറക്കാളേക്കല്ലേ. ഇതാണ് മീൻ വറക്കണേക്ക് തിരുമ്പാറുള്ളത്. പക്ഷെ അമ്മ പൊടിയൊക്കെ ഇട്ടിട്ട് പൊടി ഇടുന്നതാണ്. മഞ്ഞപ്പൊടി ഇടുക, പിന്നെ മുളക് പൊടി. ഒരു ഏകദേശം കണക്കിലാണ് ഇടലാണ്. ഇത് നമ്മൾ തന്നെ പൊടിച്ച മുളക് പൊടി മഞ്ഞപ്പൊടി അല്ലേ? ആ, ഇത് മൂന്നും നമ്മൾ തന്നെ ഇവിടെ പൊടിക്കാറ്. ഇവിടെ അമ്മ നമ്മളല്ല, നമ്മൾ മില്ലിൽ കൊടുക്കും, അവര് പൊടിച്ചു തരും. ഇതാ നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, ഇതും കൂടി ഇടും. ഉപ്പ് ഇതിൽ പൊടിപ്പാട്ടോ അല്ലേ? കുരുമുളക് ചതച്ചത് അതും ഇടും. തിരുമ്പല ആരാ പറഞ്ഞോർക്ക്? നമ്മൾ മീൻ തിരുമ്പാണ്. അതങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ മീൻ തിരുമ്പി വെച്ചിട്ട് ഞാൻ അടക്കി. ഞങ്ങൾ ചക്ക നേരക്കാം. മീനുണ്ട്, കറി അടുപ്പത്തുണ്ട്. അങ്ങനെ മീൻ തിരുമ്പി വെച്ചു. മീൻ തിരുമ്പി കൈ ഇങ്ങനെ ഈ കൈ കഴുകണം, അല്ലെങ്കിൽ പണി. കൈ നന്നായി കഴുകാം. മീനൊക്കെ തിരുമ്പോൾ കൈ നല്ല സോപ്പ് കഴുകണം. ചക്ക നേരക്കാണ് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക അല്ലേ? ഞങ്ങൾക്ക് പ്ലാവുണ്ടതായിട്ടില്ല. ആ, നമ്മളോട് ചക്കല്ല, നമ്മളെ പ്ലാവുണ്ട്, പക്ഷെ അതാവണേ ഉള്ളൂ. തറവാട്ടിൽ നിന്ന് കൊടുന്നതാണ്. ഇതിലൊക്കെ തറവാട്ടിൽ നിന്ന് കൊടുന്നാണ്. ഞങ്ങൾക്ക് പ്ലാവുണ്ടതായിട്ടില്ല, നോക്കണേ ഉള്ളൂ. ഇത് ചക്ക കൂട്ടാൻ വെക്കാനാണ്. അങ്ങനെ ചക്ക നേരക്കാണ്. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ നേരെ കറി വയ്ക്കും. ചക്കയുടെ മുളഞ്ഞിങ്ങനെ സീനാണ്. ഇങ്ങനെ പറിക്കാൻ വേണ്ടി ചക്കയുടെ ചുള ഇങ്ങനെ പറിക്കണം. ഇങ്ങനെ പറിക്കുക, കുരു കളയുക. എന്നിട്ട് ഈ സാധനം നമ്മൾ എടുക്കില്ല, അതെന്തോ പറയും, ഇതിലേക്കിടാം. അങ്ങനെ ചക്കയൊക്കെ നേരേക്ക് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കണം മിസ്സായിപ്പോയി. അങ്ങനെ ചക്ക കൂട്ടാനുണ്ടാക്കി, പിന്നെ മീനൊക്കെ വറുത്തു, കറിയൊക്കെ ഉണ്ടാക്കിയില്ലേ നേരത്തെ. അങ്ങനെ ഞങ്ങളതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. ഏകദേശം 2 മണി 2:30 ആയിട്ടോ. അങ്ങനെ ചക്ക കൂട്ടാനും മീൻ വറുത്തതും കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാലോ. മീൻ കറി അതെ, പിന്നെ ആ ഞാൻ ചക്ക കൂട്ടാൻ അങ്ങനെ കഴിക്കാറില്ല, എനിക്കങ്ങനെ ഇഷ്ടമാവാറില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മൂന്നും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ചക്ക കൂട്ടാനും മീൻ കറിയും വെറുതെ കഴിക്കും, അതും ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ബൈ.